പിന്നെ തെരഞ്ഞെടുപ്പിന് വ്യാജ ID കാർഡ് ഉണ്ടാക്കി വോട്ട് ചെയ്ത് വിജയിക്കേണ്ട ഒരു സ്ഥിതി CPM-നോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കോ ഇല്ല. ഒരു കാരണവശാലും അത്തരമൊരു കാര്യം ചെയ്യാൻ ഞങ്ങൾ തയ്യാറാവില്ല. പിന്നെ ഈ തെരഞ്ഞെടുപ്പാകുമ്പോൾ എന്തെങ്കിലും ആരോപണം ഉന്നയിക്കണ്ടേ എന്ന് കരുതിയാണ് ഇത്തരം ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ അത് അവരുടെ ഒരു സമീപനത്തിൻ്റെ ഭാഗം കൂടിയാവും. ഞാനതിനെ സംബന്ധിച്ച് ഈ സന്ദർഭത്തിൽ അധികം പറയുന്നില്ല. എന്തായാലും CPM-നോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കോ ഇങ്ങനെ വ്യാജ ID കാർഡ് ഉണ്ടാക്കി വോട്ട് തേടേണ്ട അവസ്ഥ ഇപ്പോൾ ഇല്ല. അത് വ്യാജപ്രചരണമായിട്ട് തന്നെ തള്ളിക്കളയണം എന്നാണ് പറയാനുള്ളത്. ഇപ്പം നമ്മുടെ രാജ്യം നേരിടുന്ന പ്രശ്നങ്ങളല്ലല്ലോ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യുന്നത്, അല്ലെങ്കിൽ കേരളത്തിലെ വികസന പ്രവർത്തനങ്ങളോ ക്ഷേമ പ്രവർത്തനങ്ങളോ അല്ല ചർച്ച ചെയ്യപ്പെടുന്നത്. ഇത്തരം ജനങ്ങളെ വൈകാരികമായിട്ട് ഇളക്കിവിടാൻ കഴിയുന്ന ചില പ്രചാരവേലയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നമ്മുടെ നാടിന് വേണ്ടി ചെയ്ത കാര്യങ്ങൾ, ജനങ്ങൾക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാക്കണം എന്നാണ് തീരുമാനിച്ചത്. എന്നാൽ അതിനെല്ലാം ഒളിച്ചോടിക്കൊണ്ടാണ് ഇത്തരം ദുഷ്പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് ജനങ്ങൾ നല്ലപോലെ തിരിച്ചറിയാൻ വേണ്ടി പോവുകയാണ് തെരഞ്ഞെടുപ്പിൽ. നമ്മുടെ രാജ്യത്തിന് ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം FCRA ആണ്. അപ്പം അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് പകരം ഇത്തരം ബാലിശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അത് സംബന്ധിച്ച് പിന്നെ തെളിവുണ്ടെങ്കിൽ തെളിവ് അനുസരിച്ച് കേസെടുക്കട്ടെ. ഇത്രയും കൃത്യമായിട്ടുള്ള കണക്ക് 3-ാം നിലയിൽ ഇങ്ങനെ വ്യാജ കാർഡ് അടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് എളുപ്പത്തിൽ പിടിക്കാമല്ലോ. ഇലക്ഷൻ കമ്മീഷന് പരാതി കൊടുത്താൽ മതിയല്ലോ. ഇലക്ഷൻ കമ്മീഷന് പരാതി കൊടുത്താൽ പെട്ടെന്ന് തന്നെ പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പം അങ്ങനെയാണ്, പിടിപ്പിക്കട്ടെ, അതല്ലേ ചെയ്യേണ്ടത്. ഇങ്ങനെ പരസ്യമായി പറയല്ലോ, രഹസ്യമായിട്ട് പിടിപ്പിക്കുകയല്ലേ വേണ്ടിയിരുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ പരസ്യപ്പെടുത്തുകയല്ലല്ലോ വേണ്ടത്, അത് രഹസ്യമായിട്ട് പിടിപ്പിക്കാനുള്ള നടപടിയാണ് സ്വീകരിക്കേണ്ടിയിരുന്നത്. അപ്പോൾ ഇതിലെ ഈ പ്രചരണം നടക്കുന്നത് ഇപ്പോൾ മുഖം രക്ഷിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തിയോ കോൺഗ്രസ് പയ്യന്നൂരിൽ? അതല്ല, തെരഞ്ഞെടുപ്പിൽ യഥാർത്ഥ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേരിടാൻ കഴിയില്ല എന്ന ബോധ്യം അവർക്ക് നല്ലപോലെ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ചില വാക്കുകൾ എടുത്ത് പ്രയോഗിച്ചുകൊണ്ട് അതിന് തെറ്റായ ചില പ്രചരണങ്ങൾ നടത്തിക്കൊണ്ട് ഇടതുപക്ഷ മുന്നണിയെ പരാജയപ്പെടുത്താൻ വേണ്ടിയുള്ള ശ്രമം നടന്നത്. അത് കേരളത്തിലെ ജനങ്ങൾ നല്ലപോലെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഈ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സഹായിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. LDF അല്ലേ വിജയിക്കേണ്ടത്. കാരണം എന്താണ്, നമ്മുടെ രാജ്യത്തൊരു ബദൽ സമീപനം സ്വീകരിച്ചുകൊണ്ട് പോകുന്ന ഏക ഗവൺമെൻറ്റാണ് കേരളത്തിലെ ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ്. എല്ലാ തരത്തിലുള്ള തെറ്റായ നിലപാടുകൾക്ക് എതിരെ ശരിയായ നിലപാട് സ്വീകരിച്ചു പോകുന്ന ഒരു ഗവൺമെൻറ്റും ഇടതുപക്ഷ മുന്നണിയുമാണ് കേരളത്തിലുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ ജനങ്ങളത് തിരിച്ചറിയും. വികസന രംഗത്തും ക്ഷേമരംഗമാണുള്ള ഒരു ഗവൺമെൻറ്റിനെ വിലയിരുത്തേണ്ടത്. ആ കാര്യം വിലയിരുത്തുമ്പോൾ ആ ഗവൺമെൻറ്റിനേക്കാൾ മെച്ചപ്പെട്ടൊരു ഗവൺമെൻറ് ഇന്ത്യയിലുണ്ടോ എന്ന് പറയാൻ കഴിയും. വികസന രംഗത്തും ക്ഷേമരംഗത്തും കേരളം നടപ്പിലാക്കിയ പോലെയുള്ള മുന്നേറ്റം ഉണ്ടാക്കിയെടുക്കാൻ ഏതെങ്കിലും സംസ്ഥാനത്തിന് കഴിഞ്ഞിട്ടുണ്ടോ?